ഹലോ ഗേസ്, ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കുറച്ച് കൃഷിയൊക്കെ ഉണ്ടോ കാണിക്കുന്നത്. ഇത് നമുക്ക് പൂളയാണ് കേട്ടോ. ഇത് നമ്മളെ ചീരകളുടെ രാജാവായ ചീരയാണ്. ഇത് ഞാൻ ചെറിയൊരു കമ്പ് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് വലിയ ചെടിയായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളകൊക്കെ നടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 2-3 ചെടിയെ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. അതിൽ കുറച്ച് കായൊക്കെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് നമുക്കൊരു സന്തോഷത്തിന്. ഇത് പരിപ്പ് ചീര, സാമ്പാർ ചീര എന്നൊക്കെ പറയട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ചീര. ഇത് നമുക്ക് കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് നല്ല തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ പരിപ്പിട്ടിട്ട് കറിയും വെക്കട്ടെ, തേങ്ങയൊക്കെ അരച്ചിട്ട് താളിക്കും ചെയ്യുക. പിന്നെ ഇത് നമ്മളെ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതിൻ്റെ ചെടിയാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, 2-3 ചെടി ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഈ വളർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ വത്തക്ക എന്നൊക്കെ പറയില്ലേ, അത് കേട്ടോ. ചെടികളുടെ ഇലയ്ക്കൊക്കെ ചെറിയ രീതിയിൽ പുഴുക്കത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 1-2 മത്തനൊക്കെ 2-3 ഭാഗത്ത് ചാഞ്ഞിട്ടുണ്ട് കേട്ടോ. മത്തൻ്റെ വള്ളി ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. എന്താ 1-2 കായും കൂടി ഇങ്ങനെ തണ്ണിമത്തനിൽ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ പ്രാണികൾ വന്നിട്ട് വേഗം ഇത് ആക്രമിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കവറിട്ട് മൂടണം. പിന്നെ ഇത് പപ്പായയുടെ ചെടിയാണ്. ഇത് നമ്മളെ റെഡ് അല്ല, വേറെ ഏതൊരു കുള്ളനോ അങ്ങനെ എന്തോ ടൈപ്പിൽ പെട്ടിട്ടുള്ള പപ്പായാണ് കേട്ടോ. ഒരു ചെടി ഇവിടെയുണ്ട്. ഇത് വലിയ ഉഷാറില്ല കേട്ടോ ഈ ചെടിക്ക്. നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ചേമ്പൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 2 തരത്തിലുള്ള ചേമ്പാണുള്ളത്, ഒന്ന് ചീരച്ചേമ്പും ഒന്ന് സാധാ ചേമ്പും കേട്ടോ. ഒരു തണ്ണിമത്തൻ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരമാണ് കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാവുന്ന തണ്ണിമത്തൻ. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കടുകൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടുകിൻ്റെ ചെടി വലുതായി ഇതങ്ങനെ വന്നിട്ടുണ്ട്. കുറച്ച് കടുകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ട് നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് കടുക് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ചേമ്പൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് ഒരു കറിക്കുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീട്ടിലേക്ക്